ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പോൾ ഇന്ന് ചെറിയൊരു ഗേൾസ് ട്രിപ്പ് ആയാലോ? ഗേൾസ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാങ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മൂവി നൈറ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോവുകയാണ്. ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ വീഡിയോ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഗേൾസും കൂടെ നൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. മൂവി ഇറങ്ങിയ സമയത്ത് മിഡ് നൈറ്റ് ഞങ്ങൾ ഷോയ്ക്ക് പോയതാണ്. ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാവരും ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം അവിടെ നിന്ന് വൈബൊക്കെ ആക്കി. പിന്നെ എൻ്റെ പരിവാരങ്ങളൊക്കെ ഇങ്ങനെ നിലാവത്തയച്ചു വിട്ട് കോഴിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് ഉലാത്തുകയായിരുന്നു. പിന്നെ കുറച്ച് ഷോ ഓഫിന് വേണ്ടിയിട്ട് അവിടെ കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തി. കുറച്ച് ഫോട്ടോഷൂട്ട്, കുറച്ച് വീഡിയോഗ്രാഫിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് പേര് മാരകമായിട്ട് പോസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കുവാണോ വീഡിയോ എടുക്കുവാണോ എന്ന് പോലും അറിയില്ല. ഏത് ക്യാമറ കണ്ടാലും അതിൻ്റെ മുന്നിലെല്ലാം പോയി പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു എല്ലാവർക്കും. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ പോയിട്ടും പിന്നെ ഇതൊക്കെ തന്നെയാണ്. ഫുൾ ടൈം എല്ലാവരും ഫോണും പൊക്കി പിടിച്ചുകൊണ്ടങ്ങ് നടക്കുമായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും എല്ലാവരുടെ കയ്യിലും ഫോണും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചകളായിരുന്നു ഗൈസ്. പിന്നെ എല്ലാത്തിലും പോയി തലയിട്ടു. കാരണം എല്ലാവരുടെയും നമ്മുടെ ഓരോ മെമ്മറീസ് വേണം എന്നുള്ളൊരു സാധനത്തിൽ. അങ്ങനെ സ്ക്രീൻ 4 or 5 എന്തോ ആയിരുന്നു ഞങ്ങളുടെ അവിടെ. പിന്നെ ഇത് ഓപ്പൺ ആവണമല്ലോ, അതുവരെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണിക്കാൻ പറ്റുന്ന മാക്സിമം കോപ്രായങ്ങൾ ഞങ്ങൾ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ്, ഫോട്ടോസൊക്കെ കുറേ എടുത്തു. കുറേ മെമ്മറീസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു അവിടെ നിന്നുകൊണ്ട്. പിന്നെ കുറേ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറൈറ്റി പിടിച്ച്, ഇത് എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ, വെറൈറ്റി പിടിച്ച് ചെയ്ത സാധനമാണ്. ഷട്ടർ ഫ്ലോപ്പായിരുന്നു. അതൊന്ന് എഡിറ്റ് എടുത്താൽ മേ ബി സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്തില്ല, വെറുതെ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്താണ്. ഇനി ഒന്ന് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ചു, അകത്ത് കയറിയിരുന്നു. പിന്നെ അതിൻ്റെ പ്രഹസനമായിരുന്നു. ആ സിനിമ തുടങ്ങുന്നതിന് മുന്നേ പോപ്കോൺ ഞങ്ങൾ തിന്ന് തീർത്തേനുമായിരുന്നു എന്നാണ് തോന്നുന്നത്. കുത്തിയിരുന്ന് പോപ്കോൺ തിന്നുകയായിരുന്നു. പിന്നെ എന്താണ്, ഫ്ലാഷ്, അവിടെ അകത്ത് ലൈറ്റൊന്നും ഇല്ലല്ലോ. പിന്നെ ഫോണിൽ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ട് ക്യാമറയ്ക്കകത്ത് ആരെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയാത്തുള്ള വീഡിയോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂവി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാവരും നല്ല ചിൽ വൈബിലിരിക്കുമായിരുന്നു. സോ മൂവി തുടങ്ങുകയാണ്. ഇപ്പോൾ ഏത് മൂവിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതി ഗൈസ്, അതി വേട്ടയാൻ മൂവി കാണാനാണ് പോയത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് அந்த പുള്ളിയോட മൂവി பார்க்கதான் நாங்கள் போனோம். അവിടെ പോയി മൂവി സ്റ്റാർട്ടായി. അവിടെ ഭയങ്കര ആരവമായിരുന്നു. എല്ലാവരുടെ കൂവി വിളിച്ച് ഞങ്ങളൊരു ബഹളമായിരുന്നു. പിന്നെ ഗേൾസ് മാത്രം ഞങ്ങളൊരു ഒരേ വൈബുള്ള ആൾക്കാരെല്ലാം കൂടെ പോയതുകൊണ്ട് ആ തിയേറ്റർ എടുത്ത് ഞങ്ങൾ തിരിച്ചു വെച്ചു. അവസാനം എല്ലാവരും ഞങ്ങളെ ഭയങ്കര അപ്രീസിയേഷനായിരുന്നു. കാരണം മൂടൂന്നി അവിടെ ഇരുന്നിട്ടില്ല ആ സിനിമയിലെ പാട്ടുകൾ തുടങ്ങിയതിന് ശേഷം. അജ്ജാതി കയ്യടിയും കൂക്കും. പിന്നെ ഫഹദ് ഫാസിൽ പുള്ളിയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇജ്ജാതി പ്രഹസനമായിരുന്നു അവിടെ കിടന്നിട്ട്. അങ്ങനെ മൂവി തുടങ്ങുന്നപ്പോഴത്തേക്കും തന്നെ പകുതി പോപ്കോൺ ഞങ്ങളുടെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും മൂവി തുടങ്ങി ഗൈസ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത മൂവി സെക്ഷൻ അത് വീഡിയോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് അതാ അവിടെ നമ്മുടെ സ്ക്രീനിൽ രജനീകാന്തിൻ്റെ എൻട്രി. അങ്ങനെ അപ്പോൾ ഞങ്ങളൊരു കൂക്കും വിളിയും ബഹളവും ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. ഒരു കുറേ നാളിന് ശേഷമാണ് തിയേറ്ററിൽ പോയിട്ട്, അതും ഇത്രയും നമ്മുടെ ഒരു വൈബ് ഗ്യാങ്ങിൻ്റെ കൂടെ പോയി മൂവി കാണുന്നത്. അപ്പം ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങളവിടെ കാണിക്കുകയും ചെയ്തു. ലൈഫ് ഒന്നേ ഉള്ളൂ, നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ടൈമിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അല്ലാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് വരുന്നിട്ട് ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യമാണത്. പിന്നെ ഫഹദ് ഫാസിൽ നമ്മുടെ മുത്ത്, പിന്നെ ഞങ്ങൾ പൊളിച്ചു. അവിടെ നിന്ന് കുറേ വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശത്തിലേക്ക് ഞങ്ങൾ പോയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു മല്ലിക വാണൻ്റെ അമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മല്ലിക വാണനല്ല, മല്ലിക ബാണനാണെന്ന് തോന്നി, എന്തോ അതൊന്നും അറിയത്തില്ല, ഏതോ ഒരു വാണൻ. അങ്ങനെ വാണൻ പാട്ട് തുടങ്ങി. ഞങ്ങൾ പിന്നെ അവിടെ അങ്ങ് തുടങ്ങി. ഞങ്ങൾ പിന്നെ ആ ഡാൻസ് കുറച്ച് കൊറിയോഗ്രാഫിയൊക്കെ മറ്റേ റീൽസ് ചെയ്യാൻ വേണ്ടി കാര്യത്തിന് പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ സ്റ്റെപ്പുകളൊക്കെ അറിയാം. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് അങ്ങ് തുടങ്ങി. അവിടെ ഇരുന്നിട്ടില്ല ഞങ്ങൾ, അത്രയ്ക്ക് ബഹളമായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് അവിടെ അന്ന് നടന്നത്. അച്ചാതി ബഹളമായിരുന്നു. എല്ലാവരും കൂടെ എണീറ്റ് നിൽക്കുക. അവസാനം സ്ക്രീനിലല്ല ആരും നോക്കുന്നത്, എല്ലാവരും ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുക, ഞങ്ങളെ ഡാൻസും കണ്ടുകൊണ്ട് നിൽക്കുക. അവസാനം ബാക്കിൽ കുറേ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരും ഇറങ്ങി നിന്ന് ഞങ്ങളവിടെ കളിച്ചു. പിന്നെ അവിടെ ഇരുന്ന മാമന്മാരും ആൻറ്റിമാരും ഒക്കെ ഞങ്ങൾക്ക് അപ്രിസിയേഷൻസ് ആയിരുന്നു. പൊളിച്ചു മക്കളെ, അടിപൊളി, അങ്ങനെ ഇങ്ങനെ വൈബായിരുന്നു, ഓളമായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരൊക്കെ എണീറ്റ് കളിക്കുന്നുണ്ട്. കണ്ടോ ജെൻസൊക്കെ എണീക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങളന്ന് വൈബാക്കി. അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് തിയേറ്റർ മെമ്മറി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയതൊക്കെ. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങളിതുപോലെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. അവസാനം ട്രിപ്പ് ഇട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തി. ഇപ്പം കുഴപ്പമൊന്നുമില്ല, റിക്കവറായി ഓക്കെ ആയിട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു വേട്ടയാൻ മൂവിയുടെ ഞങ്ങളുടെ എൻജോയ്മെൻ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ മനസ്സിലായോ? അടി 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 അടി
ആ പാട്ടാണ് കേട്ടോ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും അവിടെ പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. ഗൈസ് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ലൈഫ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ടൈമിൽ ഇങ്ങനെ കടന്നു പോകുന്നൊരു സാധനമാണ്. കുറച്ച് കാലം നമ്മൾ കുട്ടികളായിട്ട് അങ്ങ് പോകും, കുറച്ച് കാലം വാർദ്ധക്യത്തിൽ അങ്ങ് പോകും. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് ടൈമിൽ നമ്മൾ കുറച്ച് കാലം പഠിത്തം, ജോലി അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളങ്ങ് ബിസി ആയി പോകും. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ നമുക്കൊരു ആരോഗ്യവും ഒരു ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് കിട്ടുന്ന ചാൻസസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. ഇനി എത്ര നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും പ്രാരാബ്ദങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലാത്ത മനുഷ്യരില്ല. അതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അത് ലൈഫിൽ നമ്മുടെ കൂടപ്പറപ്പാണ്, നമ്മുടെ നിഴൽ പോലെ കൂടെ കാണും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ പതറിപ്പോകാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് ബോധേഡാവാതെ നമ്മൾ എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെ ഏറ്റെടുക്കുക, അതിലെ നമ്മൾ അത് ഉൾക്കൊള്ളുക, അതിലെ നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തുക. കാരണം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുത്തരുത്. എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരതിനെ എങ്ങനെ നോക്കി കാണും എന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻസ് നമ്മൾ മൈൻഡിൽ കൊണ്ടുവയ്ക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധേഡാവാതെ ആരെന്ത് ചിന്തിച്ചാൽ എന്താ, നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടം എന്നുള്ളൊരു ഇതിൽ വന്നിട്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിന് നിരക്കാത്ത തെറ്റുകൾ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല. എന്നിരുന്നാലും നമുക്ക് ആ ഒരു കിട്ടുന്ന മൊമെൻറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുക. അത് ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. അതിന് അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനെ ഇനി ഞങ്ങളുടെ അഹങ്കാരമാണെന്നോ ഞങ്ങൾ അഴിച്ച് വിട്ടേക്കുവാണെന്നോ അല്ലെങ്കിൽ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേന്നോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾക്ക് കിട്ടുന്ന മൊമെൻറ്റ്സ് ഞങ്ങൾ എൻജോയ് ചെയ്യും. സോ നിങ്ങൾക്ക് കിട്ടുന്ന മൊമെൻറ്റ്സ് മിസ് ചെയ്യാതെ എൻജോയ് ചെയ്യുക. പിന്നെ ആ ഒരു മൂവിയിലെ ഒരു അടിപൊളി സീനായിരുന്നു ഇത്. ആ ഒരു വില്ലനിലേക്ക് പുള്ളിയിലേക്ക് എന്തോ ഭയങ്കര വലിയ സംഭവമാണ്, പുള്ളീനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനത്തിൽ പുള്ളി ഇങ്ങനെ എല്ലാം പിടിച്ചടക്കിയ ഒരു ഭാവത്തിലിരിക്കുന്ന സമയത്ത് രജനീകാന്ത് വന്നിട്ട് വന്നിട്ട് പുള്ളി പോലീസാണല്ലോ, അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു സീനുണ്ടല്ലോ, അത് ഭയങ്കര ഒരു രോമാഞ്ചിഫിക്കേഷൻ തന്നൊരു ഫീലായിരുന്നു. ആ ഒരു സീൻ ഭയങ്കര ഒരു രസമായിരുന്നു. അങ്ങനെ അതിന് ഞങ്ങൾ ആർഭാടകരമായിട്ട് കൈയടിക്കുകയും കൂവുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയത്. കാരണം അത് അടിപൊളി സീനായിരുന്നു. അങ്ങനെ മൂവി അങ്ങനെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് പുറത്ത് ഇറങ്ങി. പിന്നെയും പോപ്കോൺ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അത് ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് തിന്നു. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പുറത്തിറങ്ങിയുള്ളൂ. അതിൻ്റെ വീഡിയോ സെക്ഷൻ വീണ്ടും അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂവി നടക്കുന്നു, ഞങ്ങൾ പോപ്കോൺ കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അങ്ങനെ മൂവി കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും അടുത്ത വീഡിയോ സെക്ഷൻ, ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തുക തരുമോ അളിയാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഇതാ ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തുക. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഇതിലെന്ത് തേങ്ങ ഇരുന്നിട്ടാണെന്ന് അറിയില്ല. സോ അടുത്ത വിശേഷമായിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.